الحمد لله العزيز الشكور حثنا على عزائم الأمور ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن والاه أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم وإن تصبروا وتتقوا فإن ذلك من عزم الأمور സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യരെന്ന നിലക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഉറച്ച തീരുമാനമെടുക്കാൻ സാധിക്കാത്ത ഒരു ദുരന്തം നമുക്കൊക്കെ പലപ്പോഴും വരാറുണ്ട്. സത്യത്തിൽ ഒരു വിശ്വാസിക്ക് സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇത്. ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അവൻ മനക്കരുത്തുള്ളവനാകണം. മനക്കരുത്ത് നഷ്ടപ്പെട്ടു പോകുന്നവനാകരുത്. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കാനുള്ള ദൃഢനിശ്ചയമുള്ളവനായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത് അതാണ്. വഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. കാര്യങ്ങളിൽ ദൃഢനിശ്ചയമുണ്ടാകണമെങ്കിൽ നിങ്ങൾ സബറും തഖ്വയുമുള്ളവരാകണമെന്നാണ്. സബർ നമ്മളേറെ പരിചയിച്ച ഒരു പദവും അനുഭവവുമാണ്. തഖ്വയും അങ്ങനെ തന്നെയാണ്. ഇത് രണ്ടുകൊണ്ടും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ദൃഢനിശ്ചയം എന്ന് പറയുന്നത്. ഇതൊരു വലിയ ഗുണമാണ്. പ്രയാസങ്ങളെ കീഴ്പ്പെടുത്താൻ നമ്മളെ പലപ്പോഴും സഹായിക്കുക ആ ഗുണമായിരിക്കും. അത് ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൃഢനിശ്ചയമുള്ളവരായി നാം മാറണമെങ്കിൽ നമുക്ക് 4 സുപ്രധാനമായ ഗുണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഒന്നാമത്തേത് ഇറാദത്താണ്. ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കണം. വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് പലരോടും കാര്യങ്ങൾ കൺസൾട്ട് ചെയ്യാമെന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് തീരുമാനമെടുക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളിൽ പ്രത്യേകമായി നാം കൺസൾട്ടിങ് നടത്തേണ്ടതുണ്ട്. രണ്ടാമത്തേത് ഖുവ്വത്താണ്. ശക്തി ഉണ്ടാകണം. ശക്തി എന്ന് പറയുന്നത് മൽപ്പിടുത്തത്തിനുള്ള ശക്തിയല്ല, മറിച്ച് നല്ല കരുത്ത് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്കുണ്ടാകണം. മൂന്നാമത്തേത് സബറാണ്. തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് ഉള്ള കാലതാമസം, അതിൽ സബർ കാണിക്കാൻ നമുക്കാവണം. ഏറ്റവും അവസാനമായി ആവശ്യം മനക്കരുത്താണ്. പതറാത്ത മനസ്സിൻ്റെ ഉടമകളാകാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു രീതിയിലാണ് നാം എങ്കിൽ തീർച്ചയായും നമുക്ക് ദൃഢനിശ്ചയമുള്ളവരായി മാറാൻ സാധിക്കും. നാം മനസ്സിലാക്കേണ്ടത്, വ്യക്തമായ കാഴ്ചപ്പാടോടെ പ്രബുദ്ധമായ ഉൾക്കാഴ്ചയോടെ ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അലസത മൂലമോ ആശയക്കുഴപ്പം മൂലമോ നഷ്ടപ്പെടാതെ അവയൊന്നുമില്ലാതെ നടപ്പാക്കാൻ ഹൃദയവും മനസ്സും ഒരുമിച്ച് ചേരുമ്പോഴാണ്
ദൃഢനിശ്ചയം ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു. പ്രത്യേകിച്ചും ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരുണ്ടായി, വല്ലാത്ത കരുത്തുള്ളവർ. പല രീതിയിലും അവരെ പതറിപ്പിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും പതറാതെ പിടിച്ചു നിന്ന കരുത്തിൻ്റെ ഉടമകൾ. അവരുടെ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് സയ്യിദുൽ ഖൽഖാണ്, സാഹിബുൽ അസ്മാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തോട് പറയുന്നത്, ഫസ്ബിർ, നബിയെ നിങ്ങൾക്ക് സബർ വേണം. കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാരിൽ നല്ല കരുത്തുള്ളവർ കാണിച്ച ആ ക്ഷമ നിങ്ങൾ കാണിക്കണം എന്നർത്ഥം. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ പ്രധാനപ്പെട്ട ഒരു ദുആ ആയിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ വൽ അസീമത അലർ റുഷ്ദ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ. അല്ലാഹുവേ, കാര്യങ്ങളിൽ ഞാൻ നിന്നോട് സ്ഥിരത ചോദിക്കുന്നു. കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യാൻ കഴിയണം, എപ്പോഴെങ്കിലുമല്ല, എൻ്റെ മനസ്സ് തോന്നിപ്പിക്കുമ്പോഴല്ല. അതുപോലെ വൽ അസീമത അലർ റുഷ്ദ്, നല്ല കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കാനുള്ള ശക്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. നല്ല കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കാനും സ്ഥിരോത്സാഹത്തോടു കൂടി നല്ല കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുആയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള മനക്കരുത്തും ദൃഢനിശ്ചയവുമുള്ളവരായി മാറേണ്ടതുണ്ട്. ഒരു വിശ്വാസിക്ക് അങ്ങനെ ആവുക എന്നതൊരു പുതുമയുള്ള കാര്യമല്ല. കാരണം ഒരു വിശ്വാസി വളരുന്നത് തന്നെ പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെയാണ്. അങ്ങനെ അവനെ വളർത്തുന്നത് ഇത്തരത്തിലുള്ള ഒരു കരുത്തിൻ്റെ ഉടമയായി അവൻ മാറാൻ വേണ്ടിയാണ്. നമ്മളറിയണം, ഉന്നതിയിലെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂൺ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് ഈ അസീമത്താണ്, ഈ കരുത്താണ്. ഈ കരുത്ത് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമതായി, നമ്മുടെ റബ്ബുമായി ഉള്ള ബന്ധം ഈ കരുത്ത് ശക്തിപ്പെടുത്തും. ദൃഢനിശ്ചയമുള്ളവരായാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണം, പിശാച് നമ്മുടെ ദൃഢനിശ്ചയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. നമുക്കത് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അവിടെ നാം ഓർക്കേണ്ടത് നമ്മുടെ റബ്ബുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തണം എന്ന ചിന്തയായിരിക്കണം. അതോടൊപ്പം സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് നാം സത്യസന്ധമായി അള്ളാഹുവിലേക്ക് അഭയം തേടണം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അഭയം തേടലാണല്ലോ, പക്ഷെ അത് ഹൃദയത്തിൽ നിന്നായിരിക്കണം, ഉള്ളിൽ നിന്നായിരിക്കണം, കേവലം നാക്കുകളിൽ നിന്നാകരുത്. അതുപോലെ തന്നെ ഹുസ്നു തവക്കുൽ, നമ്മളൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ടവരാണ്, അള്ളാഹുവിനെ മാത്രം ഏൽപ്പിക്കുന്നവരാണ്, ഭരമേൽപ്പിക്കുന്നവരാണ്. അത് നല്ല രീതിയിലായിരിക്കണം. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ നമുക്ക് നമ്മുടെ അസീമത്ത് ശക്തിയാകും. നമുക്ക് എല്ലാ വിഷയങ്ങളിലും നല്ല ദൃഢനിശ്ചയമുണ്ടാകും. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീക്ഷണങ്ങൾ, നമ്മുടെ വിഷനുകൾ അതൊക്കെ ക്ലിയറായിരിക്കണം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അതാണ്. നമ്മൾ ക്ലാരിറ്റി ഉള്ളവരാണ് വിശ്വാസികളെന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ വിഷൻ ക്ലിയർ അല്ല എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അങ്ങനെ അത് ക്ലിയർ ആകുമ്പോൾ നമുക്ക് ഹിമ്മത്ത് കൂടും. കാരണം എൻ്റെ ലക്ഷ്യം വളരെ നല്ലതാണ് എന്ന ഓർമ്മ എനിക്കുണ്ടാകും. അതോടൊപ്പം സഹോദരന്മാരെ, നമ്മളെപ്പോഴും മനസ്സിലാക്കണം, എല്ലാ ഇബാദത്തുകളിലും നമുക്ക് അള്ളാഹു നിയ്യത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയ്യത്ത് യഥാർത്ഥത്തിൽ ഈ അസീമത്തിന് വേണ്ടിയുള്ളതാണ്. എല്ലാ ഇബാദത്തുകളിലും നിയ്യത്തുണ്ട്. ഇബാദത്തുകളിൽ മാത്രമല്ല, എല്ലാ പ്രവർത്തനങ്ങളിലുമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
ഒരു വിദ്യാർത്ഥി തൻ്റെ വിദ്യ തേടുന്നത് നല്ല പരിശ്രമത്തോടു കൂടിയാകണം. അതാണ് അവിടുത്തെ അസീമത്ത് എന്ന് പറയുന്നത്. ഒരു കുടുംബനാഥൻ തൻ്റെ കുടുംബത്തെ കൊണ്ടുപോകേണ്ടത് നല്ല കെട്ടുറപ്പോടു കൂടിയായിരിക്കണം. അതാണ് അവിടെയുള്ള അസീമത്ത് എന്ന് പറയുന്നത്. അതുപോലെ സമൂഹത്തിൽ നാം ജീവിക്കേണ്ടതും പെരുമാറേണ്ടതുമൊക്കെ ആ സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കണം. ഒരു രാജ്യത്ത് നാം ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ സംരക്ഷണം നമ്മുടെ മനക്കരുത്തിൻ്റെ ഭാഗമായി ഉണ്ടായിത്തീരേണ്ടതാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് പ്രതിഫലിക്കും എന്നർത്ഥം. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ഇത് യഥാർത്ഥത്തിൽ ഈ ദൃഢനിശ്ചയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നേടിയെടുക്കേണ്ട ഒന്നാണ്. അത് നേടുക എന്നത് എപ്രകാരമാണ് എന്ന് പലപ്പോഴും നാം സംശയിക്കാറുണ്ട്. ഒന്നാമതായി, അള്ളാഹുവുമായുള്ള ബന്ധം ശക്തമാകുമ്പോൾ സ്വാഭാവികമായി അള്ളാഹു അവൻ്റെ അനുഗ്രഹം എന്ന നിലയ്ക്ക് നമുക്കത് നൽകും. അതോടൊപ്പം നമ്മുടെ സ്വഭാവ വിശുദ്ധി വളരെ പ്രധാനമാണ്. സത്യസന്ധതയും നല്ല പെരുമാറ്റവുമൊക്കെ ഉള്ളവരായിരിക്കണം നാം. സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക, പരിശോധിക്കപ്പെടുക, ഈ അസീമത്തിനെ പരിശോധിക്കപ്പെടുക ജീവിതത്തിൻ്റെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിലായിരിക്കണം. അപ്പോൾ നമ്മൾ പതറിപ്പോകരുത്. അത് ചെയ്യണോ ഇത് ചെയ്യണോ, രണ്ട് തോണിയിൽ കാൽ വെച്ച് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ അത് നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തണം. അസമുണ്ടെങ്കിൽ, കരുത്തുണ്ടെങ്കിൽ, മനക്കരുത്തുണ്ടെങ്കിൽ, മനോധൈര്യമുണ്ടെങ്കിൽ നമുക്ക് സബൂറുകളാകാൻ സാധിക്കും, നല്ല ക്ഷമയുള്ളവരാകാൻ സാധിക്കും, ഹലീമുകളാകാൻ സാധിക്കും, വിവേകമുള്ളവരാകാൻ സാധിക്കും. നമ്മളോട് അസൂയ കാണിക്കുന്നവർ നമ്മളോട് ചെയ്യുന്ന വൈകൃതങ്ങളുടെ മുമ്പിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്നതുപോലെ നിൽക്കാൻ നമുക്കാവണം. അപ്പോഴേ നമ്മളെ മനക്കരുത്ത് ശക്തമാകൂ. അതോടൊപ്പം നമ്മളെ ആക്രമിക്കുന്നവർ, നമ്മളെ മോശമാക്കുന്നവർ, അവരുടെയൊക്കെ ആ നിലവാരത്തിലേക്ക് താഴാതെ ഉയർന്നു നിൽക്കാൻ നമുക്കാവണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനക്കരുത്ത് വരിക. അതാണ് അള്ളാഹു പഠിപ്പിച്ചത്, വലമൻ സബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. ആരാണ് ക്ഷമിക്കുന്നത്, ആരാണ് പുറത്തു കൊടുക്കുന്നത്? ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. അത് മനോദൃഢതയുടെ, ദൃഢനിശ്ചയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥയിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മളോട് അസൂയ കാണിക്കുന്നവർ, നമ്മളോട് തിന്മ ചെയ്യുന്നവർ, അവരോടൊക്കെ അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെന്നൊരു ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല എന്നർത്ഥം. പലപ്പോഴും ഇത് നമുക്ക് നേടാൻ സാധിക്കാതെ പോകുന്നത് നമ്മുടെയൊക്കെ ദുരഭിമാനത്തിൻ്റെ പേരിലാണ്. നമ്മുടെ വിശ്വാസം ഈ ദുരഭിമാനത്തെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ വളരേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നോക്കൂ, നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ, പുറത്തു കൊടുക്കുമ്പോൾ, വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ, സബർ ചെയ്യുമ്പോൾ, തവക്കുൽ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു നൽകുന്ന വലിയ പ്രതിഫലത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അത് വിസ്മരിച്ചു പോയാൽ ഈ ദുരഭിമാനികളായി നമ്മളും മാറും. അതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്, ഫഇദാ അസമൽ അംറു ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറൻ ലഹും. കാര്യങ്ങളിൽ മനക്കരുത്ത് കാണിക്കുകയും അള്ളാഹുവിനെ അവർ സത്യപ്പെടുത്തുകയും ചെയ്താൽ അതായിരിക്കും അവർക്കുത്തമം എന്ന്. സഹോദരങ്ങളെ, ഈ ഒരു ചിന്തയോടുകൂടി നാം പോയാൽ, ദൃഢനിശ്ചയമുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും വഴിമാറി നിൽക്കും. ദൃഢനിശ്ചയമുണ്ടെങ്കിൽ എന്തിനേയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ദൃഢനിശ്ചയമുണ്ടെങ്കിൽ പരിപൂർണമായ ഒരു വിശ്വാസിയായി നമുക്ക് മാറാൻ സാധിക്കും. ഇതിന് നാം ഒരുങ്ങണം, തയ്യാറാകണം. നിരാശയോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളോ നമ്മെ ഇതിൽ നിന്ന് വഴിമുട്ടി മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അതുപോലെ തന്നെ നാളെയാകാം, മറ്റന്നാളാകാം എന്ന ചിന്ത അത് നമുക്കൊരിക്കലും പാടില്ലാത്തതാണ്. സംശയങ്ങളിൽ നിന്നും, സംശയമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നുമൊക്കെ അകന്നായിരിക്കണം നാം ജീവിക്കേണ്ടത്. ഒരു കവിവാക്യമുണ്ട്, ഇദാ കുൻത ദാ റഅയിൻ ഫകുൻ ദാ അസീമത്തിൻ ഫഇന്ന ഫസാദ റഅയി അൻ തതറദ്ദദ. ബുദ്ധിയും കാഴ്ചപ്പാടുമുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി നേടണം, അത് അസീമത്താണ്, ദൃഢനിശ്ചയം നേടണം. ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമല്ല. കാരണം
കാഴ്ചപ്പാടുകളെ നശിപ്പിക്കുന്നത് സംശയങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുക, ഇത് നേടാൻ എന്ത് മാർഗമുണ്ട് എന്ന് അന്വേഷിക്കുക. എന്നിട്ട് അള്ളാഹു സൂചിപ്പിച്ചതുപോലെ നല്ല കരുത്തുള്ളവരായി മാറാൻ ശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ഈ രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ് നല്ല കരുത്തുള്ള ഒരു രാജ്യമാണ്. ഇവിടുത്തെ ഭരണാധികാരികളും നേതൃത്വവും പ്രജകളുമൊക്കെ ദൃഢനിശ്ചയത്തിൻ്റെ ഉടമകളാണ്. ഇവിടെ കാണുന്ന മുഴുവൻ പുരോഗതികളുടെയും അടിസ്ഥാനം ഈ ദൃഢനിശ്ചയമാണ്. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആലോചിക്കും, ചർച്ച ചെയ്യും. തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യസന്ധമായി അത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കും. വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകും. അതിൻ്റെ ഗുണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് സത്യത്തിൽ നമുക്കൊക്കെ വലിയ ഒരു മാതൃകയാണ്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മാതൃകകൾ പലപ്പോഴും ഇത്തരത്തിൽ മനക്കരുത്തുള്ള ദൃഢനിശ്ചയമുള്ള ആളുകളല്ലാതെ ആയി പോകുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം. ഇതിൽ നിന്ന് നാം മാറേണ്ടതുണ്ട്. ഒരുപാട് വെല്ലുവിളികളെ നാം മുമ്പിൽ കാണേണ്ടതുണ്ട്. ആ വെല്ലുവിളികളെയും കടമ്പകളെയും ഒക്കെ കടന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നല്ല ദൃഢനിശ്ചയമുള്ള, നിശ്ചയദാർഢ്യമുള്ള മനുഷ്യരായി മാറാൻ ശ്രമിക്കണം. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, അലാ ഖദ്രി അഹ്ലിൽ അസ്മി തഅതിൽ അസായിമു വതഅതി അലാ ഖദ്രിൽ കിറാമിൽ മകാരിമു. ദൃഢനിശ്ചയത്തിൻ്റെ തോതനുസരിച്ചാണ് വലിയ കാര്യങ്ങൾ സാധ്യമാകുന്നത്. അതുപോലെ തന്നെ മാന്യന്മാരുടെ മാന്യതയുടെ തോതനുസരിച്ചാണ് ഉന്നതമായ കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നത്. ഈ തോത് എത്രയാണെന്ന് നമ്മളെല്ലാവരും ആലോചിക്കണം, ചിന്തിക്കണം. നമ്മുടെ ജീവിതം ഓരോ ദിവസവും വിലയിരുത്തിയാൽ നമുക്കത് ബോധ്യമാകും. അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ നമ്മളെല്ലാവരും തയ്യാറാകണം. അള്ളാഹുവുമായി ആലോചിച്ചെടുത്ത തീരുമാനം അത് നടപ്പാക്കുവാൻ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. അതുകൊണ്ടാണ് ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് എന്ന് അള്ളാഹു പഠിപ്പിച്ചത്. നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുക. അള്ളാഹു അത് ഏറ്റെടുത്ത് നടപ്പാക്കി തരും. അതാണ് നാം ചിന്തിക്കേണ്ടത്. ഈ രാജ്യം ഈ ജനുവരി 17 ദൃഢനിശ്ചയ ദിവസമായി ആചരിക്കുകയാണ്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഈ രാജ്യത്തുള്ള പ്രജകൾക്കും ഇവിടെ ജീവിക്കുന്നവർക്കുമൊക്കെ എല്ലാ കാര്യങ്ങളിലും നല്ല കരുത്തുണ്ടാകണം എന്നതാണ്. ഇവിടെ ജീവിക്കുന്ന ഒരാൾ ലക്ഷ്യബോധമില്ലാതെ പോകരുത്. ആ ലക്ഷ്യബോധമുണ്ടാക്കി തീർക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള ഒരു ദിനാചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രാജ്യത്തിൻ്റെ സായുധ സേന യഥാർത്ഥത്തിൽ ഒരുപാട് നന്മകൾ സമൂഹത്തിന് ചെയ്തവരാണ്. തങ്ങളുടെ ജീവൻ പോലും സമർപ്പിച്ചാണ് അവർ ഈ രാജ്യത്തിൻ്റെ ബോധം, അതിൻ്റെ നിശ്ചയദാർഢ്യം പുറത്തു കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞത് എത്ര സത്യമാണ്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി. വിശ്വാസികളുടെ കൂട്ടത്തിൽ ചില പുരുഷന്മാരുണ്ട്, ചില ആണുങ്ങളുണ്ട്. അവർ എന്താണോ അള്ളാഹുമായി ഏർപ്പെട്ട കരാർ, അതിനെ അവർ പൂർത്തീകരിക്കും. ആ കരാർ പൂർത്തീകരിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഈ ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമാണ്. ഈ രീതിയിലുള്ള ഒരു ജീവിതം നമ്മൾ സ്വയം കെട്ടിപ്പടുക്കണം. നമ്മളെ ദിനേന പരിശോധിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ കൂടുതൽ ദൃഢബോധമുള്ളവരായിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഇത് നട്ടുവളർത്തണം. വിശേഷിച്ചും പുതിയ തലമുറ, നമ്മുടെ മക്കളെന്ന് പറയുന്നത് നിസ്സാരമായ പ്രശ്നത്തിൻ്റെ മുമ്പിൽ വല്ലാതെ വേവലാതി കൊള്ളുന്നവരാണ്. അവരോട് ഈ ദൃഢനിശ്ചയത്തിൻ്റെ കഥയും
ഇതിൻ്റെ ഗുണവും പറഞ്ഞവരെ പഠിപ്പിക്കണം. ആ രീതിയിലൊരു മാറ്റം, അങ്ങനെ കരുത്തുള്ള ഉമ്മത്താകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക നബിയിന മുഹമ്മദ് വറദ അല്ലാഹുമ്മ അൻ അബി ബക്രിൻ വഉമറ വഉസ്മാന വഅലി വഅൻ സായിരി الصحابة الأكرمين. اللهم إنا نسألك الثبات في الأمر والعزيمة على الرشد. اللهم إنا نسألك الثبات في الأمر والعزيمة على الرشد. اللهم إنا نسألك الثبات في الأمر والعزيمة على الرشد. اللهم احفظ دولة الإمارات وسائر بلاد المسلمين. اللهم أدم استقرارها وازدهارها يا رب العالمين. اللهم احفظ بحفظك صاحب السمو الشيخ محمد بن زايد رئيس الدولة وولي عهده الأمين الشيخ محمد بن راشد ولي عهده ونوابه وإخوانه حكام الإمارات جميعا لما تحبه وترضاه. اللهم ارحم الشيخ زايد والشيخ راشد والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اسقنا الغيث ولا تجعلنا من القانطين. اللهم اسقنا الغيث ولا تجعلنا من القانطين. اللهم اسقنا الغيث ولا تجعلنا من القانطين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.